ജോർജ് ജോസഫ് സാർ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോട്ടോ സാറും കണ്ടു കാണും. കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. എങ്കിൽ കൂടി അറിയാത്തവർക്കായി, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളിൽ ഒരാളുടെ വീടാണ് ഇത്. മുൻ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ആ പ്രതിയുടെ വീട്, അല്ലെങ്കിൽ ആ CPM പ്രവർത്തകന്റെ വീട് സന്ദർശിച്ചപ്പോൾ ഉള്ള ഒരു ചിത്രമാണ്. ആ സമയത്ത് പകർത്തിയ ചിത്രമാണ്. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലുമാണ്. ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് ഈ ചിത്രം. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, ഈ ചിത്രം CPM അണികൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും CPMലെ SFIക്കാരായ DYFIക്കാരും ആയ കുട്ടികൾ അവർ ആ ആദർശിലേക്ക് ലയിച്ച് അവിടെ വന്ന് പ്രവർത്തിക്കും. പക്ഷേ ക്രമേണ അവരെ വയലൻസിലേക്ക് ഈ പാർട്ടി നയിക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നാണ് അവരുടെ ധാരണ. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികൾ പല കേസിനകത്തും പെട്ടുപോകുന്നു, ക്രിമിനലായിട്ട് മാറുന്നു. അതൊക്കെ ഒരിക്കലും ഒരു ശാശ്വതമായ ഒരു പാർട്ടിയുടെ നിലനിൽപ്പിന് സഹായകരമല്ല. എന്തിനാണ് ഇങ്ങനെ വയലൻസ് ഉണ്ടാക്കുന്നത്? സ്കൂൾ പരിസരത്തെല്ലാം ഈ കുട്ടികളുടെ രാഷ്ട്രീയ പ്രവർത്തനം കാരണം അവിടെ എല്ലാം അലങ്കോലമായി. അവിടെ ഇങ്ങനെ ഒരു സമാധാനമില്ല, കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ ആളില്ല. യൂണിവേഴ്സിറ്റി കോളേജും മഹാരാജാസ് കോളേജിലൊക്കെ എന്തൊരു അലമ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സംസ്കൃത കോളേജ് തിരുവനന്തപുരത്തും അത് തന്നെ. എന്തിനാണ് ഇങ്ങനെ വയലൻസ് കാണുന്നത്? എന്ത് ആദർശത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പാർട്ടി കൺട്രോൾ ചെയ്ത് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ട ചുമതല പാർട്ടിക്കൊണ്ട്. പക്ഷേ ഇങ്ങനെയല്ല രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിൻ്റെ തിക്തഫലം ഇപ്പം കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആദർശം വെച്ച നല്ല ഒരു വിഭാഗം ജനങ്ങൾ ചെറുപ്പം മുതലേ ഈ ആദർശത്തിൽ വളർന്ന് അവരൊക്കെ 10-65 വർഷമായി. പക്ഷേ പാർട്ടിയുടെ നയവും പാർട്ടിയുടെ ചിന്താഗതിയും പാർട്ടിയുടെ അക്രമ രീതിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം മനം മടുത്തു. അതിന് പകരം ഇപ്പോൾ അവർ വേറെ വഴിയിലേക്ക് ചിന്തിച്ച് നടക്കുകയാണ്. ഈ പാർട്ടിയുടെ ശക്തി കുറഞ്ഞു. പാർട്ടിയിൽ നിന്ന് ആൾക്കാർ അവിടുന്ന് പിരിഞ്ഞു പോകാൻ തുടങ്ങി. നല്ല നേതാക്കന്മാരും നല്ല ആദർശമൊക്കെ ഉള്ളവരൊക്കെ അവരുടെ നേതാക്കന്മാരെ വിട്ട് അവർ ഇൻഡിപെൻഡൻ്റായിട്ടൊക്കെ കേരളത്തിൽ മത്സരിക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാകണം. കാരണം ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അവസ്ഥ കേരളത്തിലും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നാൾ ഈ പാർട്ടി നിലനിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഇവിടെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത് നേതാക്കളുടെ ആജ്ഞപ്രകാരമാണ് എന്ന് വ്യക്തമാണ്. അത് സംബന്ധിച്ചുള്ള നിരവധി തെളിവുകൾ, വിശദാംശങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നുമുണ്ട്. ഇതിനു മുൻപുമൊക്കെ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും നേതാക്കൾ ആഹ്വാനം നൽകുകയും അണികൾ അതനുസരിച്ച് അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അത്തരം കേസുകൾ നിരവധിയുണ്ട്. ഈ അണികളുടെ ജീവിതം, അതായത് ഇങ്ങനെ നേതാക്കൾ പറയുമ്പോൾ ഓരോ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന അണികളുടെ ജീവിതം എങ്ങനെയാണ് മാറുന്നത്? ജീവിതകാലം മുഴുവൻ കേസ് നടത്തേണ്ടി വരുന്നുണ്ടോ അവർ? ഇല്ല, ഇപ്പോൾ ശിവൻകുട്ടിയൊക്കെ ഒരു വീട് കണ്ടു, പ്രതിയായ ഒരാളുടെ വീട്. ആ വീടിൻ്റെ ശോചനീയ അവസ്ഥ നമുക്കെല്ലാം കണ്ടു. അങ്ങനെയുള്ളവരാണ് പാർട്ടിയുടെ അണികളായി വന്ന് ഈ കേസിനകത്ത് കുടുങ്ങി നിത്യം അവരുടെ പിന്നിൽ കൂടെ സഞ്ചരിക്കുന്നത്. പാർട്ടിക്കാർക്ക് എപ്പോഴും ഈ രീതിയിലുള്ള ആൾക്കാരെ വേണം. പാർട്ടിക്ക് അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കണം. വയലൻസ് എങ്കിൽ വയലൻസ്, അടിപിടിയാണെങ്കിൽ അടിപിടി. പക്ഷേ നേതാക്കന്മാരെല്ലാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും അവരെ ഓരോ നേതാക്കന്മാരും നോക്കിക്കോളൂ അവരുടെ ഭാര്യയും മക്കളും ഒക്കെ ഏതെങ്കിലും പൊസിഷനിൽ ചെന്ന് ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഈ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകർ കേസിനകത്ത് കുരുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടണമെങ്കിൽ ജാമ്യക്കാർ വേണം, പണം വേണം, വക്കീലന്മാർ വേണം. അതിന് പാർട്ടിയുടെ പുറകെ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ജില്ലകളിലുള്ള നേതാക്കന്മാരും ഒക്കെ സഹായമില്ലാതെ ആ കേസിൽ നിന്ന് മോചനമാവില്ല. അപ്പം പാർട്ടിയെ വിട്ടിട്ട് അവർക്ക് പോകാൻ കഴിയാതെ വരും. ഇതാണ് അവരുടെ അവസ്ഥ. ഇപ്പോൾ റിമാൻഡിൽ കിടക്കുന്ന 26 പേരിൽ 5 പേര് ജാമ്യത്തിന് പോയിട്ട് അവർക്ക് ജാമ്യം ലഭിച്ചില്ല. അവരുടെയൊക്കെ വീട്ടിലെ ശോചനീയാവസ്ഥ. അവരൊക്കെ നിത്യ വരുമാനക്കാരാണ്. വീട് ഇപ്പം പട്ടിണിയാവും. ഭാര്യയും മക്കളും ഉള്ളവരുണ്ട്, അമ്മയും അപ്പനും അസുഖക്കാരായിട്ടുള്ളവർ. ഇതൊക്കെ കണ്ട് തിരിച്ചറിഞ്ഞ് ആ വിവേകമുള്ളവരാരും വയലൻസിലേക്ക് പോട്ടെ. നിങ്ങൾ ഈ ഐഡിയോളജി വെച്ചിട്ട് പാർട്ടി പ്രവർത്തകർ പറയുന്ന അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് സഞ്ചരിച്ചോളൂ. എന്തിനാണ് അക്രമം നടത്തുന്നത്? എന്തിനാണ് EDയിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നത്? അത് എന്ത് കാര്യത്തിന്?
നിങ്ങൾക്ക് എന്ത് പ്രയോജനം അതുകൊണ്ട്? അല്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്ത് പ്രയോജനം? രാജ്യത്ത് നടക്കുന്ന ചില നിയമങ്ങൾ, രാജ്യത്ത് നടപ്പാക്കുന്ന ചില നയങ്ങളും തന്ത്രങ്ങളും ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതനുസരിച്ച് ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ SFIയും അതുപോലെ EDയും NIയും ഒക്കെ അതൊക്കെ നിയമത്തിൻ്റെ, പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ പരിധിയിലാണ് നിൽക്കുന്നത്. അവരെ ആക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കില്ല, ക്രിമിനലായിട്ട് മാറും, നിങ്ങളുടെ കുടുംബം നശിക്കും. അതുകൊണ്ട് പാർട്ടിയുടെ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടന്നോളൂ. അത് ഒരു ക്രിമിനാലിറ്റിയിൽ പോയാൽ ജയിലിൽ കിടക്കേണ്ട പാർട്ടി നേതാക്കന്മാരില്ല. അവരുടെ സ്വാധീനം കൊണ്ട് അവർ അതിൽ നിന്നൊക്കെ പിന്മാറും. അതേസമയത്ത് അണികളായ പാവപ്പെട്ടവരായ വീട്ടിലെ ഇവരെ നിത്യചെലവിന് വഴിയില്ലാത്ത ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ പാർട്ടിയുടെ അണികളായി മാറി അവരുടെ മരണം വരെ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. നിരന്തരം കേസുകളും നിരന്തരം ജാമ്യം ഇറക്കലും പിന്നെ പാർട്ടി വിട്ട് പോകാൻ മേലാത്ത അവസ്ഥയിലേക്ക് വരും. ആ രീതി മാറരുത്. ഐഡിയോളജിക്ക് നിങ്ങൾ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിച്ചോളൂ, നടന്നോളൂ. പക്ഷേ അവരവരുടെ സ്വന്തം ജീവിതം നശിപ്പിക്കരുത്. അത് പോലീസിൻ്റെ ചവിട്ട് ഇടികൊണ്ട് അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ ചേർച്ചയുടെ കുത്തുകൊണ്ട് അതൊക്കെ അവശരായി പലരും പല വീടുകളിലും കിടപ്പുണ്ട്. എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? നിങ്ങളുടെ ഐഡിയോളജി അനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്തോളൂ. അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ വിശ്വസിക്കരുത്. അവർക്ക് വേണ്ടി അക്രമം നടത്താൻ പോകരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇവിടെ സ്വന്തം വീട് നന്നാക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പാർട്ടിക്ക് വേണ്ടി ആക്രമണം നടത്തി പോലീസിന്റെ പിടിയിലായത്. പ്രതിയുടെ സംരക്ഷണമോ ഒരുപക്ഷെ കുടുംബത്തിന് സഹായമോ പാർട്ടി നൽകുമായിരിക്കാം. എങ്കിൽ തന്നെ അത് എത്ര കാലം കിട്ടും? ഈ കേസ് വർഷങ്ങളോളം നീളില്ലേ? തീർച്ചയായിട്ടും അത് തന്നെ, വർഷങ്ങളോളം കേസ് നീളും. ഇവർ കോടതിയിൽ മാസത്തിൽ ഒരു 2 പ്രാവശ്യം എങ്കിലും കോടതിയിൽ പോയി നിൽക്കണം. കേസിൻ്റെ വിസ്താര സമയത്ത് വേണം. നിങ്ങൾ 1-2 പ്രാവശ്യം പോയില്ലെങ്കിൽ അറസ്റ്റ് വാറണ്ട് വരും, വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങണം. എപ്പോഴും ജാമ്യക്കാർ വേണം. 2 പേര് ജാമ്യത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ ഒക്കുള്ളൂ. അതുപോലെ പബ്ലിക് പ്രോപ്പർട്ടി ഈ അക്രമത്തിന് നശിപ്പിച്ചാൽ അതിൻ്റെ പണം നിങ്ങൾ ഉണ്ടാക്കണം, അത് കെട്ടിവെക്കേണ്ടി വരും. അതുകൊണ്ട് രാഷ്ട്രീയ ചിന്തയും പ്രകടനത്തിലും മുദ്രാവാക്യം വിളിച്ചോളൂ, അന്തരീക്ഷത്തിൽ ഉച്ചത്ത് കൈയുരുട്ടി എറിഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ വയലൻസിലേക്ക് പോകൊണ്ട് രാജ്യത്തിൻ്റെ നീതി നടപ്പാക്കുന്ന അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്ന രാജ്യത്തിൻ്റെ ഏജൻസികളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ദേഹോത്തരം ചെയ്യരുത്. ആ രീതിയിലുള്ള ചിന്ത വിട്ടു മാറണം. അത് തീർച്ചയായിട്ടും അതീവ ഗുരുതരമായ ഒരവസ്ഥ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞു. അത് ക്ഷയിച്ചു തുടങ്ങി എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരു നിതാന്തമായ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ചില ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞു നമ്മളൊക്കെ. കാരണം കേരളത്തിലെ CPMന് ഈ വയലൻസ് ഇല്ലാത്തൊരു CPM പാർട്ടിക്ക് സ്കോപ്പുണ്ട്. അതിൻ്റെ ലീഡർഷിപ്പ് ആര് കൊടുക്കും? വയലൻസ് ഉള്ള ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനൊപ്പം ഇനി ആൾക്കാർ നിന്നാൽ അത് ദൂഷ്യം ഉണ്ടാകുന്നവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അവർ പിന്തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോകും. പക്ഷേ അവർക്ക് കോൺഗ്രസോ BJP ഐഡിയോളജിയിൽ നിൽക്കാനും കഴിയില്ല. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പം ഒരു വയലൻസ് ഉപേക്ഷിച്ച അല്ലെങ്കിൽ അല്പം ഗാന്ധിസം കാണിക്കുന്ന, അല്പം സത്യവും നീതിത്തിനോടൊപ്പം നീങ്ങുന്ന ഒരു തലമുറയുടെ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. കേരളത്തിലെ CPMന് ബദലായി ഇപ്പം 4 MLAമാർ ഇപ്പോൾ ജയിച്ചു വന്നിട്ടുണ്ടല്ലോ. അതിൽ V കുഞ്ഞികൃഷ്ണൻ അറിയാമോ, മലബാറിൽ. അതുപോലെ ആലപ്പുഴ G സുധാകരനുണ്ട്. അതുപോലെ KK രമയുണ്ട്, TK ഗോവിന്ദനുമുണ്ട്. ഈ 4 പേരും കേരളം, കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ തൃശ്ശൂർ അല്ലെങ്കിൽ ആലപ്പുഴ, എത്രയോ പേര് ഈ ഐഡിയോളജി ഉള്ളവരുണ്ട്. ഇപ്പം ബദൽ പാർട്ടി രൂപീകരിച്ച് ലീഡർഷിപ്പ് കൊടുക്കാൻ ആരെങ്കിലും വരട്ടെ. 4 MLAമാരുണ്ട്. BJPക്ക് കേരളത്തിൽ 3 MLAമാരെ ഇപ്പോൾ അസംബ്ലിയിലുള്ളൂ. ഇപ്പം CPMൻ്റെ ബദലായി CPM ഐഡിയോളജി തന്നെ വിശ്വസിക്കുന്ന എന്ന ഇപ്പോഴത്തെ നേതൃത്വത്തിലും അവരുടെ നയങ്ങളെ എതിർക്കുന്ന 4 പേര് ശാന്തരായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ സമാധാനപ്രിയരാണ്. അതേസമയത്ത് കമ്മ്യൂണിസം അവരുടെ തലയിൽ മത്തുപിടിച്ച് നിൽക്കുന്നവരാണ്. ആ ഐഡിയോളജിയിൽ അവർ ജീവിക്കുന്നവരാണ്. അവർക്കതിൽ നിന്ന് പിന്മാറ്റമില്ല. ആ 4 പേരോടൊപ്പം ചേരാൻ ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഒരു പാരലായ ഒരു CPM പാർട്ടി വരുന്നതിന് സമയമായി അതിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പാർട്ടി കേരളത്തിൽ
നിശേഷം നശിച്ചു പോകും എന്നാണ് കരുതുന്നത്. അതേസമയത്ത് അതിനകത്ത് നമുക്കറിയാം ആ പാർട്ടിയുടെ ഒപ്പം വേണമെങ്കിൽ ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തരായ ചില കോൺഗ്രസ്സുകാരും അതിൽ സോഷ്യലിസ്റ്റുകാരും അതിൽ കുറേ ആൾക്കാരും കേരളത്തിലുണ്ട്. അവർക്കും ഈ പുതിയ മാർക്സിസ്റ്റ് ലൈനിലോട്ട് ചേർന്ന് സംസ്ഥാനത്തൊരു പാർട്ടിയായി പ്രവർത്തിക്കുന്നതിന് കോൺഗ്രസിന് ബദലായി അല്ലെങ്കിൽ BJPക്ക് ബദലായി ഇവിടെ ഒരു പാർട്ടി പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വയലൻസ് ഒഴിവാക്കുന്ന സത്യവും നീതിയും ആയിട്ട് നിൽക്കുന്ന ഒരു റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ സ്കോപ്പുണ്ട്. അതുകൊണ്ട് ആ രീതിയിലേക്ക് അവർ രംഗപ്രവേശനം ചെയ്യണം. ആരെങ്കിലും അതിൽ ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾ ലീഡർഷിപ്പ് കൊടുത്ത് കേരളത്തിലെ CPM നശിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഉചിതമെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബംഗാളിലെ അവസ്ഥ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സാർ, ഇവിടെ ഈ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസ് അത് രാജ്യദ്രോഹ കുറ്റം കൂടിയായി പോവുകയാണ്. അപ്പോൾ ഈ പ്രതികളുടെ അവസ്ഥ എന്താകും? രാജ്യദ്രോഹ കുറ്റം കൂടി വരികയാണല്ലോ. എത്ര നാൾ ജയിലിൽ കഴിയേണ്ടി വരും? തീർച്ചയായിട്ടും രാജ്യദ്രോഹ കുറ്റം ഇതിനകത്ത് വരും. ഇതിനകത്ത് CBIയോ NIയോ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അറസ്റ്റിലുള്ളവർ അവരുടെ സ്ഥിതി വളരെ മോശമാവും, വളരെ കഷ്ടസ്ഥിതിയിലേക്ക് പോകും. അവരുടെ കുടുംബങ്ങളിലൊന്നും അവർക്ക് പോകാനൊക്കില്ല. കുടുംബങ്ങളെല്ലാം പലരും പട്ടിണിയിലാകും. ഇവരുടെ ജോലിയിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അതിൽ ഒരു കുടുംബത്തിൻ്റെ അവിടെ ഒരു മുൻ മന്ത്രി അവിടെ വിസിറ്റ് ചെയ്തതും ആ മുറിയിലിരിക്കുന്നതും കണ്ടു. എത്ര ശോചനീയമായ അവസ്ഥയാണ് അവരുടെ വീടിന്. പാർട്ടി പ്രവർത്തകരായിട്ട് അവർക്കൊക്കെ പാർട്ടിയിലെ ഫണ്ടുകളൊക്കെ ഇവിടെ ധാരാളം വ്യയം ചെയ്ത് കളഞ്ഞു. ഇവർക്കൊക്കെ ഓരോ വീടുകൾ അവർ നല്ലൊരു മുറിയെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പാർട്ടി എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? ആ പാർട്ടിയിലല്ലാതെ കേരളത്തിലെ പട്ടിണി പാവങ്ങളായ പലർക്കും വീടുകളില്ല. അതിനോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകർ അവർ വർഷക്കണക്കിനായിട്ട് ഈ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഒരു മുറിയെങ്കിലും നല്ല രീതിയിൽ വെച്ച് കൊടുത്ത് അവിടെ മഴ നനയാതെ കിടക്കാനെങ്കിലും സഹായിക്കുന്ന രീതിയിൽ ഒരു പുതിയ പാർട്ടിയുടെ രംഗപ്രവേശനം അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ജെൻസിയുടെ കാലഘട്ടമാണ്. ആ ജെൻസി കുട്ടികൾക്ക് ഒരു വേദി വേണം. പഴയ കളവന്മാരുടെ വേദിയൊന്നും അവരെ അംഗീകരിക്കുന്നില്ല, അതിലേക്ക് ആൾ വരില്ല. അതുകൊണ്ട് ഇനിയിപ്പം CPM ഐഡിയോളജിയുള്ള ജെൻസി ഒരു പാർട്ടിയായിട്ട് ശക്തി പ്രാപിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ കേസുകളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനകളിലൂടെ അക്രമ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. SFIയിലും KSUയിലും ABVP തുടങ്ങിയ മറ്റ് വിദ്യാർത്ഥി സംഘടനകളിലും. അതൊക്കെ ഈ സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ നൽകുന്ന ആജ്ഞയനുസരിച്ച് ആ വിദ്യാർത്ഥികളും ഒരുപക്ഷെ അക്രമം നടത്തുന്നുണ്ട്, പോലീസിനെ ആക്രമിക്കാറുണ്ട്. ആ വിദ്യാർത്ഥികൾക്ക് സാറിന് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്? ഇനിയിപ്പോൾ കോളേജൊക്കെ തുറന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് വരുന്നത് SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്. ഒരുപാട് അക്രമങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. അവർക്ക് നൽകാനുള്ള ഒരു മുന്നറിയിപ്പ് എന്താണ്? ഇവരെല്ലാം KSU ആയാലും ശരി, SFI ആയാലും ശരി, DYFI അങ്ങനെയുള്ള സംഘടനകളെല്ലാം അവരെല്ലാം കേസിനകത്ത് പെട്ട് കഴിഞ്ഞാൽ അവർ പലരും അവരുടെ വീട്ടിലെ ഒരൊറ്റ അംഗമായിരിക്കും. മാതാപിതാക്കൾ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പെങ്ങളുണ്ടായിരിക്കാം. ആ കുടുംബം ചെതറിപ്പോവും. എന്തിനാണ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടം നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ പഠിക്കുകയും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു ജോലി സമ്പാദിച്ച് പണം സമ്പാദിക്കുകയും കുടുംബജീവിതം മാതാപിതാക്കളും അവരുമൊക്കെ ഒരു നല്ല രീതിയിൽ ഉയർന്നു വരാനുള്ള രീതി പ്രവർത്തിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ അതിനാണ് പിന്തുണ കൊടുക്കണം ഇവർക്ക്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളെ അംഗബലം കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ പാർട്ടിയിൽ നിന്ന് പിന്തിരിഞ്ഞ് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ കേസിൽ കുടുക്കുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ ഇറക്കരുത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രാജ്യദ്രോഹകരമായ കുറ്റത്തിലേക്ക് അവർ പെട്ടുപോകും. പിന്നെ അവരുടെ ശിഷ്ടജീവിതം വളരെ മോശമായിരിക്കും. അവരുടെ ജീവിതം മോശമായിക്കോട്ടെ, പക്ഷെ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആ ജീവിതം വളരെ ക്ലേശകരമാകും, ദുരിതപൂർണമാകും. ആ ഒരു ചിന്ത കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം.